ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഒരു പുതിയ സ്റ്റോറിയാണ്. കേട്ടാലോ? എൻ്റെ പേര് അഖിൽ. ഈ കഥ നടക്കുന്നത് 2009-2010 കാലയളവിലാണ്. ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ ദുബായിലാണ്. ഞാൻ +2 പഠനം പൂർത്തിയാക്കി എൻട്രൻസ് എഴുതാൻ വേണ്ടി നാട്ടിലേക്ക് അമ്മയുമായി തിരികെ വന്നു. അച്ഛനും ചേട്ടനും അവിടെ തന്നെ കൂടി. നാട്ടിൽ ഞങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. തിരികെ വരുന്നത് നേരത്തെ അവരെ അറിയിച്ച് വീടൊക്കെ പെയിൻറ് ചെയ്ത് അവർ അവിടെ നിന്ന് മാറി. ഞങ്ങളുടെ വീട് അല്പം ഉള്ളിലേക്ക് കയറിയാണ്. അധികം വാഹനങ്ങളുടെ തിരക്കുകളൊന്നും ഇല്ലാത്തൊരിടം. ഞങ്ങളുടെ വീടിനോടധികം അകലത്തല്ലാതെ ഒരു ഫാമിലി താമസിച്ചിരുന്നു. അവർ പഴയ തറവാട്ടുകാരാണ്, അതും കൊങ്ങിണി ഫാമിലി. ഞങ്ങളൊരു വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെത്തി. വീടൊക്കെ നല്ലപോലെ മുമ്പ് വാടകയ്ക്ക് താമസിച്ചവർ നോക്കിയിരുന്നത് കൊണ്ട് പറയത്തക്ക പണിയൊന്നും വേണ്ടി വന്നില്ല. 2 നിലകളിലായി 3 മുറിയും, ഹാള്, വർക്ക് ഏരിയ, ഡൈനിങ് ഏരിയ, സിറ്റ് ഔട്ട്, കിച്ചൺ, പിന്നെ കാർ പോർച്ച്. ഞങ്ങൾ ഫാമിലിയോടെ ദുബായിലായതുകൊണ്ട് വീട്ടിൽ കാറോ ബൈക്കോ ഒന്നും വാങ്ങിയിരുന്നില്ല. പിന്നെ നാട്ടിൽ വരുമ്പോൾ റെൻറ്റഡ് കാർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ ചേട്ടൻ്റെ വൈഫിൻ്റെ ഒരു ഹോണ്ട ഡിയോ അവിടെ നിന്നും അങ്കിൾ എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് എല്ലാം ഒരുവിധം സെറ്റായി. സൺഡേ രാവിലെ നമ്മുടെ കഥാനായികയും അമ്മയും അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നു. സരസ്വതി ചേച്ചിയും അമ്മയും. സരസ്വതി ചേച്ചിയെ സരസ്വതി ചേച്ചി എന്നാണ് വിളിക്കാറുള്ളത്. എന്നെ ചെറുപ്പത്തിലെ കണ്ടതൊഴിച്ചാൽ പിന്നെ അവരെന്നെ കണ്ടിട്ടില്ല. അവർ രാവിലെ വന്നതുകൊണ്ട് അമ്മ മാത്രമേ എഴുന്നേറ്റുള്ളൂ. ഞാൻ ദുബായിലെ ടൈം വിട്ട് ഇതുവരെ മാറിയില്ല. അതുകൊണ്ട് അവർ വന്നപ്പോൾ അമ്മ എന്നെ വിളിച്ചു. ഞാനൊരു ബെർമൂഡയായിരുന്നു വേഷം. അച്ഛനെ പോലെ ഒരുപാട് രോമവളർച്ചയുള്ള ശരീരമായിരുന്നു എൻ്റേത്. കയ്യിലും നെഞ്ചിലും കാലിലും നല്ല രീതിയിൽ തന്നെ രോമമുണ്ടായിരുന്നു. എന്നെ കണ്ടതും അവർ വിശേഷങ്ങൾ തിരക്കി. പതിവ് പല്ലവി തന്നെ. അപ്പോഴാണ് ഞാൻ ചേച്ചിയെ ശ്രദ്ധിച്ചത്. അല്ല, അഖിലിന് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പിന്നെ എന്നുത്തരം പറഞ്ഞു. പണ്ടുണ്ടതും പാളയിൽ തൂറിയതുമായ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു. ചേച്ചിയെ കാണാൻ നല്ല കളറാണ്. കൊങ്ങിണിമാരിലല്ലേലും കളറില്ലാത്തവർ കുറവാണല്ലോ. ശരീരം അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും മോശമല്ല. അവർ വിശേഷങ്ങളൊക്കെ തിരക്കി ഇറങ്ങി. ശരിക്കും അപ്പോഴാണ് ചേച്ചിയുടെ കണ്ടത്. നമ്മുടെ പഴയകാല നടി മറിയയുടെ ഒരു കട്ടായിരുന്നു ചേച്ചിക്ക്. നല്ല വിരിഞ്ഞ പിന്നഴക്. കണ്ടാൽ തന്നെ നമ്മുടെ ചെറുക്കന് പണിയാകും. അവർ പോയി കഴിഞ്ഞ് അമ്മ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. നിനക്കറിയില്ലേ ശാരദ ആൻ്റിയും മോളെയും? ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് കണ്ടതല്ലേ, പിന്നൊരു ടച്ചില്ലല്ലോ. ആ, അതും ശരിയാ. അവിടുത്തെ മൂത്ത മോളെ കെട്ടിച്ചു വിട്ടു. അവളും ഭർത്താവുമൊക്കെ പുറത്താ. പിന്നെ ശാരദ ആൻ്റിയുടെ ഭർത്താവില്ലേ, സരസുവിൻ്റെ അച്ഛൻ, പുള്ളിക്കാരൻ കുറച്ച് നാൾ മുമ്പ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. സരസു ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു. അവൾ അച്ഛൻ മരിച്ചതിൽ പിന്നെ പഠിക്കാൻ പോയില്ല. അമ്മയെ നോക്കി വീട്ടിൽ തന്നെ നിന്നു. പാവം, അവസാന സെമസ്റ്റർ എന്തോ ആയിരുന്നു. അല്ല, എന്താ ചേച്ചി പഠിച്ചേ? ഫിസിയോതെറാപ്പി എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ അച്ഛൻ്റെ ജോലി മകൾക്ക് കിട്ടുമല്ലോ. പുള്ളി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അത്രയും പറഞ്ഞ് അമ്മ പോയി. ഞാനും തിരികെ എൻ്റെ റൂമിലേക്ക് പോയി. ചേച്ചിയോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ തോന്നി. അല്ലേലും അമ്മമാരോട് സ്നേഹമുള്ളവരെ നമ്മൾക്കൊരടുപ്പം തോന്നുമല്ലോ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അമ്മ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോകും. ഞാൻ വീട്ടിൽ തന്നെ TV, ഗെയിം അങ്ങനെ സമയം കളഞ്ഞു. അന്ന് ഇതുപോലെ മൊബൈലിൽ വലിയ ഗെയിമൊന്നും ഇല്ലല്ലോ. പിന്നെ മെസ്സേജ് അയക്കുന്നത് ടെക്സ്റ്റായിട്ടും. ഞാൻ ഇടയ്ക്ക് പുറത്തൊക്കെ വണ്ടിയും കൊണ്ട് കറങ്ങും. അങ്ങനെ അവിടുത്തെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നവരുമായി കമ്പനിയായി കളിക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ലപോലെ ഞാൻ കളിക്കുമായിരുന്നു. അതുകൊണ്ട് അവിടെ കളിക്കുന്നവരുമായി വേഗം കമ്പനിയായി. അങ്ങനെ ഒരു ദിവസം കളിക്കാൻ പോയി തിരികെ വന്നപ്പോൾ വീട്ടിൽ ആൻറ്റിയും ചേച്ചിയും ഇരിക്കുന്നു. എവിടെ പോയി എന്നൊക്കെ തിരക്കി. ഞാൻ കളിക്കാൻ പോയി, എല്ലാവരുമായി കൂട്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഡാ, സരസ്വതിക്ക് ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ അറിയാം. നീ നാളെ അവളുടെ കൂടെ പോയി കാര്യങ്ങളൊക്കെ തിരക്കി വാ.
ഞാനും സരസു ചേച്ചിയുമായി സംസാരിച്ച് നാളെ രാവിലെ പോകാമെന്ന രീതിയിലായി. ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി. ചേച്ചി ബാംഗ്ലൂർ പഠിച്ചതിൻ്റെ ഒരു ഗുണം ഡ്രസ്സിങ്ങിലൊക്കെ ഉണ്ട്. ഷോൾ ഇടാതെ ടൈറ്റ് ടോപ്പും പാൻസും ഒക്കെയാണ് ഇടുന്നത്. ശരിക്കും ഞാൻ അന്നാണ് ചേച്ചിയുടെ അവിടെയൊക്കെ ശ്രദ്ധിക്കുന്നത്. അത്യാവശ്യം മുഴുപ്പുണ്ട്. പക്ഷെ എന്നെ ആകർഷിച്ചത് പിന്നീടായിരുന്നു. തുടയുടെ ഭാഗമൊക്കെ നല്ല വലുപ്പമുണ്ട്. ചേച്ചി എന്നെക്കാളും 5 വയസ്സിന് മൂത്തതാണ്. എന്നാലും ചേച്ചി നല്ല കമ്പനിയായിരുന്നു. സംസാരമൊക്കെ കേൾക്കാൻ തന്നെ രസമാണ്. അവർ കുറച്ച് സമയം അമ്മയുമായി സംസാരിച്ചു. ഞാൻ അപ്പോഴേക്കും കുളിച്ചിട്ട് വന്നു. അല്പം കഴിഞ്ഞവർ ഇറങ്ങി. രാവിലെ പറഞ്ഞ പോലെ ചേച്ചി 9:30 ആയപ്പോൾ എത്തി. ഞാനും റെഡിയായി നിന്നു. ചേച്ചിക്കൊരു വണ്ടിയുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല. ലൈസൻസ് ഇല്ലാതെ അത്രയും ദൂരം ഓടിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചേച്ചിയുടെ പിറകിൽ കയറി. അധികം സ്പീഡിൽ ചേച്ചി ഓടിക്കില്ല എന്നെനിക്ക് താമസിയാതെ മനസ്സിലായി. 4-5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ എത്തി ചേച്ചിക്ക് പരിചയമുള്ള ഒരു സാറാണ് അവിടെ പഠിപ്പിക്കുന്നത്. ക്ലാസ് രാവിലെ 8 തൊട്ട് 11 വരെയാണ്. 2 അവർ ക്ലാസ്സും 1 അവർ പ്രീവിയസ് ക്ലാസ്സിലെ റിവിഷനാണെന്നും എല്ലാം സാർ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഫീസും എല്ലാമായി നെക്സ്റ്റ് തിങ്കളാഴ്ച വരാൻ സാറ് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. സാർ ഇവിടുത്തെ ഫേമസ് ഒരാളാണെന്നും നല്ല ക്ലാസ്സാണ് എന്നൊക്കെ ചേച്ചി പറഞ്ഞു. വരുന്ന വഴി ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു, സംസാരിച്ചു വന്നു. സംസാരിക്കും തോറും ഞങ്ങൾ കൂടുതൽ കമ്പനിയായി. വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. ചേച്ചി കുറച്ച് സമയം വീട്ടിലിരുന്നിട്ട് തിരികെ പോയി. അങ്ങനെ 3-4 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വൈകിട്ട് കളി കഴിഞ്ഞ് വന്നപ്പോൾ ചേച്ചിയും ആൻറ്റിയും വീട്ടിലുണ്ട്. ഞാൻ വീട്ടിൽ കയറിയ പുറകെ നല്ല മഴയും തുടങ്ങി. പെട്ടെന്ന് നേരം ഇരുട്ടി. അപ്പോൾ അവർ പോകാൻ ധൃതി കൂട്ടി. അപ്പോൾ അമ്മ ചോദിച്ചു, അല്ല മഴ മാറിയിട്ട് പോയാൽ പോരെ? അതല്ല ആൻറ്റി, വീട്ടിൽ 4 പിള്ളേർ പഠിക്കാൻ വരുന്നുണ്ട്. 6:30 മണിക്ക് അവർ വരും. 8 വരെ അവർ കാണും. അതാ. ആ, മോൾ ട്യൂഷൻ എടുക്കുന്നുണ്ടോ? ആ ആൻറ്റി, പിന്നെ കൂടെ ഞാനും PSC നോക്കുന്നുണ്ട്. എല്ലാം കഴിയുമ്പോൾ 8:30 ആകും. കൊള്ളാമല്ലോ, ആ പഠിക്ക്, നല്ലൊരു ജോലി കിട്ടട്ടെ. അപ്പോഴാണ് ആൻറ്റി പറഞ്ഞത്, അല്ല അഖിലിൻ രാത്രി ചുമ്മാ ഇരിക്കുമല്ലേ, PSC പഠിച്ചൂടെ? അവന് മടിയാ. കുറച്ച് പഠിച്ചാൽ പതുക്കെ ഇൻട്രസ്റ്റ് ആയിക്കോളും. താല്പര്യമുണ്ടെങ്കിൽ അഖിൽ വാ, നമുക്ക് ഒരുമിച്ച് നോക്കാം. അല്ല മടിയുണ്ടായിട്ടല്ല, അമ്മ തനിച്ചാകില്ലേ അതാ. അയ്യോ, അമ്മയോട് എന്തൊരു സ്നേഹം. അമ്മ എന്നെ കളിയാക്കി. അതിന് ഞാൻ വന്ന് കൂട്ടിരുന്നാൽ പോരെ? അതാകുമ്പോൾ ഞങ്ങൾക്കും ബോറടിക്കില്ല. ആ അത് ശരിയാടാ, നാളെ മുതൽ നീയും ചെല്ല്. എൻട്രൻസും ഇതുകൂടി ഒരുപോലെ നടക്കും. ആ എന്നാൽ ചേച്ചി ഞാനും വരാം. വന്നാൽ പോരാ, പഠിക്കണം. ഞാൻ റിവിഷൻ ചെയ്യും. അത് ചെയ്തോ, പക്ഷേ കുറച്ചേ പഠിപ്പിക്കാവൂ. ആ അത് നമുക്ക് നോക്കാം. ശരി എന്നാ ആൻറ്റി, ഞങ്ങൾ ഇറങ്ങുവാം. അവർ അമ്മയുടെ കയ്യിൽ നിന്ന് കുട വാങ്ങി അങ്ങോട്ടേക്ക് നടന്നു. എന്നെ ചുമ്മാതെ ഇരിക്കാൻ സമ്മതിക്കില്ലല്ലേ? എടാ മോനെ, പഠിച്ചൊരു ജോലി വാങ്ങ്. ഒരു ഗവൺമെൻറ് ജോലി എന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണോ? അതൊക്കെ ശരി, എല്ലാം കൂടെ ഞാൻ എങ്ങനെ പഠിക്കും? അതൊക്കെ നീ പഠിക്കും, എനിക്കറിയാം. അയ്യാ, പറയുമ്പോൾ എളുപ്പമാ. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഞങ്ങൾ കഴിച്ചു കിടന്നു. പിറ്റേന്ന് പതിവ് പോലെ കാര്യങ്ങൾ നടന്നു. വൈകിട്ട് കളിച്ചിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിച്ചു. അപ്പോഴാണ് ക്ലാസ്സിൻ്റെ കാര്യം അമ്മ ഓർമ്മിപ്പിച്ചത്. നേരെ പോയൊരു നോട്ട് ബുക്ക് എടുത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ആദ്യമായിട്ടാണ് ഞാൻ ആ വീട്ടിൽ പോകുന്നത്. ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പോൾ ആൻറ്റി പറഞ്ഞു, വാ മോനെ വാ. അവൾ അപ്പുറത്ത് ചായ്പിലുണ്ട്. വീടിൻ്റെ ഒരു സൈഡിലായി ചെറിയ മുറി പോലെ ഒരു ഭാഗം. പഴയ വീടാണ്, കൂടുതലും തടിയിലാണ് പണിതിരിക്കുന്നത്. എന്നെ കണ്ടതും ചേച്ചി അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ വാതിൽ തലയിൽ തട്ടാതിരിക്കാൻ കുനിഞ്ഞകത്തേക്ക് കയറി. ചെറിയൊരു മുറി, വാതിലിൻ്റെ മുകളിലും താഴെയുമായി കട്ടളപ്പടിയുണ്ട്. ആ റൂമിലേക്ക് കയറാനും ഇറങ്ങാനും ഈ വാതിൽ മാത്രമേ ഉള്ളൂ. റൂമിൻ്റെ ഉള്ളിൽ ഒരു ഡെസ്കും ഒരു ബെഞ്ചും പിന്നെ 4 കസേരയും മാത്രമാണുള്ളത്. ബെഞ്ചിൽ 4 പേർക്കിരിക്കാം. പിന്നെ ഒരു ഫാനും ഒരു ട്യൂബ് ലൈറ്റും. ഇരിക്കകിൽ ചെറിയ മുടിയാണ്, പക്ഷെ ചൂട് കാണില്ല.
അത് സാരമില്ല, വാ ഇരിക്ക്. ഞാൻ ചേച്ചിക്ക് നേരെ എതിരെ ഡെസ്കിൻ്റെ മുമ്പിൽ കിടക്കുന്ന കസേരയിലിരുന്നു. കുട്ടികളൊക്കെ എന്നെ നോക്കി. ചേച്ചി എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. 3-4 കുട്ടികൾ പഠിക്കുന്നു. ഒറ്റ മിനിറ്റ് അവർക്ക് പഠിക്കാൻ കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോഴാണ് ആൻറ്റി, മോളെ ഞാൻ അപ്പുറത്ത് പോവുക, കഴിയുമ്പോൾ വിളിച്ചാൽ മതി. അമ്മ 8:30 പോരൂ, ചേച്ചി പറഞ്ഞു. അവർക്ക് പഠിക്കാൻ കൊടുത്തിട്ട് ചേച്ചി പറഞ്ഞു, ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ചേച്ചി ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തന്നു. ഞാൻ അതെല്ലാം എഴുതി കൊടുത്തു. ചേച്ചിയും കൂടെ ചെയ്യുന്നുണ്ട്. എനിക്ക് കസേരയിൽ ഇരുന്നിട്ട് ഡെസ്കിൽ അധികം എത്തുന്നില്ല. അതുകൊണ്ട് ഞാൻ കസേര അല്പം മുന്നോട്ട് നീക്കി. ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഞാനും ചേച്ചിയും എതിരെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ കാൽമുട്ട് ചേച്ചിയുടെ മുട്ടിൽ തട്ടി. ഞാൻ സോറി പറഞ്ഞ് കാലല്പം സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നാലും ഞാൻ കാലല്പം നീക്കിയാൽ ചേച്ചിയുടെ മുട്ടിലിടിക്കും. ഞാൻ മുട്ടിക്കാതെ കഴിവതും ശ്രമിച്ചു. ചേച്ചി തന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു. ഇംഗ്ലീഷ് എനിക്ക് അധികം പാടില്ലായിരുന്നു. ചേച്ചി ഞാൻ ചെയ്തത് ചെക്ക് ചെയ്തു. 2 എണ്ണം ഒഴികെ എല്ലാം ശരിയായി. അതിനുശേഷം ചേച്ചി ഒരു 50 ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കാൻ തന്നു. ജനറൽ ക്വസ്റ്റ്യൻസ്. ഞാൻ അത് പഠിക്കാൻ തുടങ്ങി. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തു. ഈ പഠിക്കുന്ന ടൈമിലും എൻ്റെ കാല് ചേച്ചിയുടെ കാലിൽ തട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ മാറ്റാതെ തന്നെ വെച്ചു. ആദ്യം ചേച്ചി അല്പം മാറ്റിയെങ്കിലും പിന്നീട് മാറ്റിയില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് പറ്റിയതുപോലെ ആയിരിക്കുമെന്ന്. പക്ഷേ മുട്ടും തോറും എൻ്റെ ശ്രദ്ധ ചേച്ചിയുടെ കാലിലേക്ക് മാറി. ഞാൻ എൻ്റെ കാൽമുട്ട് ഇടയ്ക്കിടയ്ക്ക് മുട്ടിച്ചു കൊടുത്തു. ചേച്ചിയും അത് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എൻ്റെ കാലിൻ്റെ ഒരു സൈഡ് ചേച്ചിയുടെ കാലിൻ്റെ അതേ ഭാഗത്ത് ഒരുവിധം ഞാൻ മുട്ടിച്ചു. ഇന്ന് പാൻസ് ഇട്ടതിന് ഞാൻ എന്നെ തന്നെ പ്രാഗി. ഇടയ്ക്ക് ചേച്ചിയെ ഞാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. ചേച്ചിയുടെ തൊണ്ട ഇടയ്ക്കിടയ്ക്ക് ഉമിനീരിറക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്കും അതുപോലെ തോന്നിയതുകൊണ്ട് ഇത് ഏതിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയില്ല. 7:30 ആയപ്പോൾ പവർ കട്ടായി. പിന്നെ 8 മണിക്കേ വരൂ. സമയമായപ്പോഴേക്കും ചേച്ചി എണീറ്റ് ഒരു മെഴുകുതിരി എടുത്ത് കൂടെ ഒരു തീപ്പെട്ടിയും. അഖിൽ, ഇപ്പോൾ കറണ്ട് പോകും, ആ വാതിലൊന്ന് പൂട്ടിയേക്കൂ, ഇല്ലേ വെട്ടം കാണുമ്പോൾ പ്രാണികൾ അകത്ത് കയറും. ഞാൻ ചേച്ചി പറഞ്ഞ പോലെ ചെയ്തു. പഴയതുപോലെ വന്നിരുന്നു. പക്ഷേ ഈ തവണ കാല് ചേച്ചിയോട് കുറേ കൂടി അടുത്താണെന്ന് മനസ്സിലായി. ഞാൻ കാല് പതുക്കെ ഒന്നും അറിയാത്ത പോലെ ആട്ടി. കാലിൽ ചെരുപ്പില്ലാത്തത് കൊണ്ട് ചേച്ചിയുടെ കാൽപ്പത്തിയുടെ ഭാഗത്ത് മുട്ടുമ്പോൾ ഒരു രസമുണ്ട്. ഞങ്ങൾ അങ്ങനെ മുട്ടിച്ചിരുന്നു. പിന്നെ കറണ്ട് വന്നു. അതിനുശേഷം അല്പസമയം കൂടി ഞങ്ങൾ പഠിച്ചു. പിന്നെ ആൻറ്റി വന്നു. ഞാൻ തിരികെ പോന്നു. വീട്ടിലെത്തി. കഴിച്ച പാടെ റൂമിൽ കയറി ചേച്ചിയെ ഓർത്ത് കിടന്നു. പിറ്റേന്ന് വൈകിട്ടും ഞാൻ പഠിക്കാനായി ചെന്ന് ഞാനൊരു ബെർമൂഡ ഇട്ടിട്ടാണ് വന്നത്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. വന്ന പാടെ ഇന്നലത്തെ പോലെ തന്നെ ഇരുന്നു. ചേച്ചിയും അതുപോലെ തന്നെ. പക്ഷേ ഇന്നലത്തേതിലും കൂടുതൽ ഞങ്ങളുടെ കാലുകൾ മുട്ടിയിരുന്നു. ചേച്ചി പാൻസ് ഇട്ടതുകൊണ്ട് ഒരു സുഖം കിട്ടുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കാലുകൾ തമ്മിൽ നല്ല രീതിയിൽ മുട്ടിയിരുന്നു. ചേച്ചി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനുവേണ്ടി എണീക്കുമ്പോഴൊക്കെ ഞാൻ ആ ശരീരത്തിൻ്റെ അളവെടുത്തു. തരക്കേടില്ലാത്ത പീസാണ്. പോരാത്തതിന് നല്ല നിറവും. ഒരു ടീഷർട്ടാണ് ഇട്ടേക്കുന്നതെങ്കിലും അതിൻ്റെ ഷേപ്പ് എടുത്തറിയാം. കറണ്ട് പോകുന്ന സമയമായപ്പോൾ ഇന്നലത്തെ പോലെ വാതിലടച്ചു. മെഴുകുതിരി കത്തിച്ചു. ഞാൻ വന്നിരുന്നു. ചേച്ചിയും കാലനക്കാതെ വെച്ചു. ഞാൻ കാലുപൊക്കി പതിയെ ചേച്ചിയുടെ വിരലുകളിൽ മുട്ടിച്ചു. കൊള്ളാം, നല്ല തണുപ്പുള്ള വിരലുകൾ. കാലുകൾ ഞാൻ പതിയെ ആട്ടിക്കൊണ്ടിരുന്നു. കാലുകൾ അങ്ങനെ ആട്ടിയും മുട്ടിച്ചും സമയം പോയി. ചേച്ചി ഒന്നും മിണ്ടാത്തത് കൊണ്ട് എനിക്ക് ധൈര്യമുണ്ടായിരുന്നു. അങ്ങനെ സുഖിച്ചിരുന്ന് സമയം പോയി. 8:30 ആയപ്പോൾ ഞാൻ തിരികെ പോന്നു. തൊട്ടടുത്ത ദിവസവും പതിവ് പോലെ കാര്യങ്ങൾ പോയി. വൈകിട്ട് നല്ല മഴ പെയ്തത് കൊണ്ട് അല്പം താമസിച്ചാണ് വീട്ടിൽ വന്നത്. നേരെ പോയി കുളിച്ചു. ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആൻറ്റി വന്നിരുന്നു. എന്താ താമസിച്ചു പോയോ? അതെ, മഴ പെയ്തുകൊണ്ട്. ചെല്ല്, അവൾ അവിടെ തുടങ്ങി. മോൻ വരുമ്പോൾ അവളെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കോണേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ശരി ആൻറ്റി.
ഞാൻ നടന്ന് ചേച്ചിയുടെ വീട്ടിലെത്തി. മഴ ചാറുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ചായപ്പിൽ കയറി. 2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. മഴ ആയതുകൊണ്ടാകും, ഞാൻ മനസ്സിൽ വിചാരിച്ചു. കയറി കസേരയിലിരുന്നു. ഇന്നലെ ഇട്ട നിക്കർ തന്നെ ഞാൻ വീണ്ടും ഇട്ടു. നല്ല തണുപ്പുണ്ടെങ്കിലും കിട്ടുന്ന സമയം ഉപയോഗിക്കാമല്ലോ. ചേച്ചി പ്രീവിയസ് ചോദ്യങ്ങൾ പറഞ്ഞു തന്നു. ഞാനത് പഠിക്കാൻ തുടങ്ങി. പഠിക്കുന്നതിനിടയിൽ ചേച്ചി പറഞ്ഞു, ശനിയാഴ്ച അഖിൽ ഫ്രീ ആണോ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്താ ചേച്ചി? എനിക്ക് PSC എക്സാം ഉണ്ട്, കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിരുന്നു. അല്ല, നല്ല തിരക്കായിരിക്കും ബസ്സിലൊക്കെ, അമ്മയ്ക്കധികം നിൽക്കാൻ പറ്റില്ല, അതാ. ഫ്രീ ആണെങ്കിൽ വരാമോ? പിന്നെന്താ ചേച്ചി, വരാമല്ലോ. എനിക്ക് സ്ഥലവും കാണാമല്ലോ. ഇവിടുന്ന് കുറച്ച് പോകണം. ഉച്ചയ്ക്ക് 1:30-ക്കാണ് എക്സാം. നമുക്കൊരു 9 ആകുമ്പോൾ ഇറങ്ങണം. അത്ര നേരത്തെ പോകണോ? ഒരുപാട് പോകണോ? വേണം. 70-80 കിലോമീറ്റർ കാണും. ഞാൻ അവിടെ സെൻറ്റർ വെച്ച്. കട്ട് ഓഫ് കുറവായിരിക്കും. അങ്ങനെയൊക്കെ വെക്കാമോ? കൊള്ളാം. എനിക്കും ഇനി അങ്ങനെയൊക്കെ നോക്കണം. ഇനി നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് ഒരുമിച്ച് വെക്കാം. അടുത്ത ആയിരിക്കില്ല, എന്നാലും പ്രശ്നം കാണില്ല. ചേച്ചി, ഇനി ആകട്ടെ. ഞങ്ങൾ വീണ്ടും പഠിക്കാൻ തുടങ്ങി. എൻ്റെ ശ്രദ്ധ പതുക്കെ ചേച്ചിയിലേക്ക് മാറി. ഇന്നും വീക്കട്ടുള്ളൊരു ടീഷർട്ടാണ് ചേച്ചി ഇട്ടേക്കുന്നത്. കഴുത്തിൽ മാല കിടന്നിട്ടും അത് കാണാൻ പോലുമില്ല, അത്രയ്ക്ക് വെളുപ്പ്. ഞാൻ കസേര അല്പം മുമ്പോട്ട് നീക്കി. അതെ അഖിലേ, ആ വാതിലൊന്ന് ചാരൂ. മഴ പെയ്യാൻ തുടങ്ങി. ഇല്ലേ, കുറ്റിയിട്ടേക്കൂ. പോകാൻ നേരം തുറക്കാം. ഞാൻ എണീറ്റ് പോയി കുറ്റിയിട്ട് വന്നിരുന്നു. കസേര നീക്കിയിരുന്നു. കാൽമുട്ട് പതുക്കെ മുമ്പോട്ട് നീക്കി. ചേച്ചി ഷോർട്സ് ആണോ ഇട്ടിരിക്കുന്നത് എന്ന് സംശയം തോന്നി. ഞങ്ങൾ അങ്ങനെ മുട്ടിച്ച് തന്നെ ഇരുന്നു. ചേച്ചി കാല് മാറ്റിയതുപോലുമില്ല. പവർ കട്ട് സമയമായപ്പോൾ ചേച്ചി എണീറ്റ് മെഴുകുതിരി എടുത്തു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ചേച്ചി പാവാടയാണ് ഇട്ടേക്കുന്നതെന്ന്. ചേച്ചി സഹകരിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയൊന്നും നോക്കാനില്ല. ചേച്ചി വന്നിരുന്ന് അല്പം കഴിഞ്ഞതും കരണ്ട് പോയി. മെഴുകുതിരി കത്തിച്ച് ചേച്ചി മുമ്പോട്ട് നീങ്ങിയിരുന്നു. ഞാൻ പഴയ പോലെ തന്നെ ഇരുന്ന് കാല് നീട്ടി വെച്ചു. ഞാൻ നല്ല പോലെ മുട്ടിച്ച് തന്നെ വെച്ചു. എൻ്റെ കാലിൽ ചേച്ചിയുടെ കാല് മുട്ടുന്നത് മനസ്സിലാക്കിയ ഞാൻ നല്ല പോലെ ചേർത്ത് കാല് വെച്ചു കൊടുത്തു. ചേച്ചി നല്ല പോലെ കാല് മുട്ടിച്ചു. ശരീരം പതുക്കെ ചൂട് വെച്ച് തുടങ്ങി. ഞാൻ കാലല്പം ഉള്ളിലേക്ക് നീക്കി. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ചേച്ചി കാല് പതുക്കെ ആട്ടുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ കാലിലെ രോമങ്ങൾ കുളിരുകൊണ്ട് പതുക്കെ പൊങ്ങി. ചേച്ചി അത് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ധൈര്യം കിട്ടിയ ഞാൻ ഒരു കൈ പതുക്കെ ഡെസ്കിൽ നിന്ന് എൻ്റെ മടിയിലേക്ക് വെച്ചു. ചേച്ചി അത് കണ്ടു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഡെസ്കിലേക്ക് അല്പം കൂടി കുനിഞ്ഞ് കൈ ചേച്ചിയുടെ മുട്ടിലെത്തത്തക്ക വിധം മുമ്പോട്ടാഞ്ഞു. എൻ്റെ കാലിൽ അറിയാത്ത പോലെ ചൊറിഞ്ഞു. എന്നിട്ട് തിരിച്ചെടുത്തപ്പോൾ ചേച്ചിയുടെ കാലിലും തൊട്ടു. ചേച്ചി പെട്ടെന്ന് കാല് വലിച്ചു. പക്ഷേ വീണ്ടും അതുപോലെ വെച്ചു. പക്ഷേ ഞാൻ വീണ്ടും ധൈര്യം സംഭരിച്ച് തൊടാനൊരുങ്ങിയപ്പോഴേക്കും കരണ്ട് വന്നു. അതുമല്ല, ചേച്ചിയുടെ മുഖം ആകെ ചുവന്നു തൊടുത്തിരിക്കുന്നു. കുട്ടികളെ വിളിക്കാൻ പേരൻസ് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, അഖിൽ, നമുക്കിന്നത് മതി. എനിക്കൊരു തലവേദന, ബാക്കി നാളെ നോക്കാം. മതി ചേച്ചി, ഞാൻ മനസ്സോടെ പറഞ്ഞു. ചേച്ചി ചായപ്പടച്ചു. അഖിലേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ പാൻസ് ഇട്ടേക്കുന്നു. അമ്പടി, അപ്പം മനഃപൂർവ്വം ഇട്ടതാണല്ലേ? ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്നാ നാളെ ഇതിൻ്റെ ബാക്കി കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതി. ഞങ്ങൾ നേരെ വീട്ടിലെത്തി. വന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ ശനിയാഴ്ച ചേച്ചിയുടെ കൂടെ ഒന്ന് പോണേ. ചേച്ചി പറഞ്ഞു, ഞാൻ പൊക്കോളാം. ആദ്യം കഴിക്കാന്താ? നിങ്ങൾ സംസാരിച്ചോ? ചേച്ചി കുറച്ച് മുമ്പേ പറഞ്ഞു. അല്പം കഴിഞ്ഞ് ചേച്ചിയും അമ്മയും പോയി. രാവിലെ എണീറ്റപ്പോൾ ലേറ്റായി. അതുപോലെയുള്ള മഴയായിരുന്നു. പുറത്തെങ്ങും പോകാൻ പോലും പറ്റിയില്ല. വീട്ടിൽ തന്നെ ചടഞ്ഞിരുന്നു. വൈകിട്ട് അല്പം ഒന്ന് തോർന്നപ്പോൾ ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. പതിവ് പോലെ എല്ലാവരും ഉണ്ട്. കളിക്കില്ലെന്ന് വെച്ച് പോയ ഞാൻ കളി കഴിഞ്ഞാണ് വീട്ടിൽ പോയത്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, സരസ് വന്നു, ഇന്ന് ചെല്ലണ്ട എന്ന് പറഞ്ഞു. അതെന്താ? അതറിയില്ല. നിൻ്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്, വിളിക്കുമായിരിക്കും. ആണോ? ശരി, അപ്പോൾ റെസ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ തട്ടലും മുട്ടലും ഗോവിന്ദ.
നേരെ പോയി കുളിച്ചു വന്നപ്പോൾ ഒരു മിസ് കോൾ, പരിചയമില്ലാത്ത നമ്പറും. സരച്ചു ചേച്ചി ആയിരിക്കും, മനസ്സിൽ ഉറപ്പിച്ചു വിളിച്ചു. ഹലോ, അഖിലേ, ഞാൻ സരസ്വതിയാ. ഇന്ന് വരണ്ട എന്ന് പറയാൻ വിളിച്ചയാ. അമ്മ പറഞ്ഞു ചേച്ചി. ആണോ, ശരി, നാളെ കാണാം. പറഞ്ഞത് മറക്കണ്ട, രാവിലെ 9 ആകുമ്പോൾ ഇറങ്ങണം. ഉറങ്ങിപ്പോകല്ലേ? ഇല്ല ചേച്ചി, എന്നാലും രാവിലെ ഒരു 7:45 ആകുമ്പോൾ ഒന്ന് വിളിച്ചേക്കണേ. മിസ് കോൾ തന്നാൽ മതി. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ ചേച്ചി. പിറ്റേന്ന് രാവിലെ ചേച്ചി വിളിച്ചു. അപ്പോഴേക്കും ഞാൻ എണീറ്റിരുന്നു. പിന്നെ കുളിച്ചൊക്കെ റെഡിയായി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ വന്ന ഉടനെ ബസ്സും കിട്ടി. ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി. ചേച്ചിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. ഞാൻ ചേച്ചിയോട് ചേർന്ന് തന്നെ നിന്നു. കാരണം ഇറങ്ങേണ്ട സ്ഥലമോ വഴിയോ അറിയില്ല. ചേച്ചിയാണെങ്കിൽ ഒരു ബ്ലൂ കളർ ടോപ്പും ലെഗിൻസുമാണ് വേഷം. ഇടം കണ്ടിട്ട് ഞാനത് കണ്ട് ആസ്വദിച്ചു. നല്ല കളർ, തൊട്ടാൽ തൊടുന്ന ഇടം ചുവക്കും. കണ്ണെടുക്കാൻ തോന്നില്ല. ഞാൻ നോക്കി തന്നെ നിന്നു. അല്പനേരം കഴിഞ്ഞ് എനിക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി. ഏകദേശം 12:30 ഞങ്ങൾ എക്സാം സെൻറ്ററിലെത്തി. ചേച്ചി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ചേച്ചി എക്സാമിന് കയറിയ ശേഷം ഞാൻ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി കഴിച്ചു. പിന്നെ വന്ന് അവിടെയൊക്കെ കറങ്ങി നടന്നു. 3 മണി കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു. പിന്നെ വീണ്ടും ഹോട്ടലിൽ പോയി. ചേച്ചി ലൈറ്റായിട്ട് കഴിച്ചു. പിന്നെ ചായയും. ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. നല്ല തിരക്ക്, പോരാത്തതിന് മഴയും. ഒരു ഫാസ്റ്റ് ബസ് വന്നു. ഞങ്ങൾ അതിൽ കയറി. ഇനി ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് കയറിയ പാടെ കണ്ടക്ടർ പറഞ്ഞു, മുമ്പോട്ട് പോ, ഇറങ്ങാറാകുമ്പോൾ പിറകിലേക്ക് വന്നാൽ മതിയെന്ന്. പഴയ ബസ് അറിയാലോ, പുറകിൽ വാതിലുള്ള. ഞങ്ങൾ തിക്കിത്തിരക്കി ഏകദേശം ബസ്സിൻ്റെ അധികം മുൻപിലല്ലാതെ നിന്നു. ബസ്സിൽ കൂടുതലും സ്ത്രീകളാണ്. എനിക്ക് തോന്നി PSC എക്സാം സ്ത്രീകളുടെ ഒഴിവിലേക്കാകുമെന്ന്. അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ വീണ്ടും ബസ്സിൽ തിരക്കായി. ഞങ്ങൾ അല്പം കൂടി മുൻപോട്ട് നിന്നു. എനിക്കൊരു കമ്പിയുടെ മുമ്പിലായി നിൽക്കാൻ പറ്റി. ചേച്ചി എൻ്റെ മുൻപിലുമായി ഞങ്ങൾ നിന്നു. അവിടെ കമ്പിയുടെ ഭാഗമായതുകൊണ്ട് വലിയ ഇടി തോന്നിയില്ല. ഞാൻ കമ്പിയിൽ ചാരി സുഖമായി നിന്നു. ചേച്ചി എൻ്റെ മുൻപിൽ സൈഡിലേക്ക് നോക്കി നിൽക്കുന്നു. ബസ്സിൻ്റെ വിൻഡോസ് എല്ലാം കവറിട്ട് മൂടിയിരിക്കുന്നു. പുറത്ത് നല്ല മഴയായതുകൊണ്ടും മുഴുവൻ വളവും തിരിവുമായതുകൊണ്ടും ബസ് പതുക്കെയാണ് പോകുന്നത്. ഇടയ്ക്ക് ചേച്ചി എൻ്റെ മുമ്പിലേക്ക് വന്ന് ഇടിച്ചു തുടങ്ങി. ബസ്സിലാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വെട്ടമേ ഉള്ളൂ. ജൂനിയർ അഖിൽ ആ തട്ടലിലും മുട്ടലിലും ഉണരുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ മനസ്സിൽ വീണ്ടും വേണ്ടാത്ത ചിന്തകൾ വന്നു തുടങ്ങി. ഞാൻ മനഃപൂർവ്വം വണ്ടി തിരിയുമ്പോൾ അറിയാത്ത പോലെ ചേച്ചിയുടെ പിന്നിൽ ചെന്നിടിച്ചു. പിന്നെ ചേർന്ന് തന്നെ നിന്നു. ചേച്ചിക്ക് മനസ്സിലായിട്ടും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് എനിക്ക് ശക്തി തന്നു. ചേച്ചി ഒന്ന് ചരിഞ്ഞ് നിന്നിരുന്നതിൽ സൗകര്യമായിരുന്നു എന്ന് വിചാരിച്ച് നിന്നപ്പോൾ ചേച്ചി മുമ്പിലേക്ക് നോക്കി തിരിഞ്ഞു നിന്നു. ചേച്ചി ബാഗ് ഒരു സൈഡിലേക്ക് മാറ്റുന്നത് അവൻ ശ്രദ്ധിച്ചു. അവ ഞങ്ങളുടെ ഭാഗം മറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ഓരോ പ്രവൃത്തിക്കും ചേച്ചിയിൽ നിന്നും നല്ല പ്രതികരണം ലഭിച്ചു. എനിക്ക് മനസ്സിലായി ചേച്ചിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന്. നല്ല പോലെ ആസ്വദിച്ചുകൊണ്ട് ആ ബസ് യാത്ര തുടർന്നു. അങ്ങനെ നിന്ന് സുഖിച്ച് രസിച്ചതും അടുത്ത സ്റ്റോപ്പിൽ ബാക്കിയുണ്ടായിരുന്ന 2 സീറ്റിലെയും ആളുകൾ ഇറങ്ങി. ചേച്ചി നീങ്ങി വിൻഡോ സൈഡിലേക്ക് ഇരുന്നു. ഞാൻ ചേച്ചിയുടെ അടുത്തും എൻ്റെ സൈഡിൽ വേറൊരു പുള്ളിക്കാരനും ഇരുന്നു. ചേച്ചി കൈ മുൻപിലത്തെ സീറ്റിൽ പിടിച്ചിരുന്നതുകൊണ്ട് ഞാൻ കൈ പുറകിലേക്ക് വെച്ച് കൈമുട്ട് ചേച്ചിയുടെ ദേഹത്ത് കൊള്ളത്തക്ക വിധം പിടിച്ചു. മൊബൈൽ കയ്യിലെടുത്ത് ചുമ്മാ കുത്തിക്കൊണ്ടിരുന്നു. മുട്ടിയിരുമുള്ള യാത്ര എന്നെ ഹരം കൊള്ളിച്ചു. ചേച്ചി എന്നോട് കൂടുതൽ അടുത്തു വന്നു. അങ്ങനെ സമയം പോയതും ഞങ്ങൾ എത്തിയതും അറിഞ്ഞില്ല. ബസ് സ്റ്റാൻഡിലെത്തി. ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി. ചേച്ചി നാളെ വരണോ? നാളെ സൺഡേ അല്ലേ, തിങ്കളാഴ്ച വന്നാൽ മതി. ഓക്കെ. അന്ന് എനിക്ക് എൻട്രൻസ് ക്ലാസ്സും തുടങ്ങും. ശരിയാണല്ലോ. അപ്പോൾ ശരി ചേച്ചി, അന്ന് കാണാം. ഞങ്ങൾ പിരിഞ്ഞു. പോയ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞ് ഞാൻ തിങ്കളാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. സൺഡേ പെട്ടെന്ന് തന്നെ പോയി. ഫുട്ബോൾ കളിയൊക്കെ ആയിട്ട് തിങ്കളാഴ്ച രാവിലെ ക്ലാസ്സിന് പോയി വന്നു. അവിടുന്ന് തന്നെ പഠിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. വൈകിട്ട് കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. കുളിച്ച് റെഡിയായി നിക്കറൊക്കെ ഇട്ട് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇന്ന് പവർ കട്ട് 8 മുതൽ 8:30 വരെയാണെന്ന്. ഇന്ന് നല്ല അവസരമാണെന്ന് മനസ്സിൽ കരുതി രണ്ടും കൽപ്പിച്ചു പോയി. ഞാൻ ചെന്നതും ആൻറ്റി വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ചെല്ലു മോനെ, അവൾ അപ്പുറത്തുണ്ട്. ആൻറ്റി.
ഞാൻ അപ്പുറത്തേക്ക് ചെന്നു. ഒരു കുട്ടിയെ വന്നിട്ടുള്ളൂ. ഇന്ന് ആരും വന്നില്ലേ? ഇല്ല, പനിയാണെന്ന് പറഞ്ഞു. ആ ശരി. പക്ഷേ വന്ന കുട്ടി ചേച്ചിയുടെ ഓപ്പോസിറ്റാണ് ഇരുന്നത്. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ അടുത്തിരുന്നോ. ആരുമില്ലാത്തത് കൊണ്ട് അവളെ എൻ്റെ അടുത്തായിരുത്തിയത്. ഞാൻ ശരിയെന്ന് പറഞ്ഞ് ചേച്ചിയുടെ അടുത്ത് ബെഞ്ചിലായിട്ടിരുന്നു. അങ്ങനെ ഇരുന്നത് കൊണ്ട് കാലുകൾ തമ്മിൽ മുട്ടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ചേച്ചി പാവാടയും ഒരു ടോപ്പുമാണ് വേഷം. ഞാൻ ഇടം കണ്ടിട്ട് ചേച്ചിയെ ശ്രദ്ധിച്ചു. ഇരിപ്പ് കണ്ടാൽ തന്നെ പിടിച്ച് കടിച്ചു തിന്നാൻ തോന്നും. കുറച്ചു കഴിഞ്ഞ് എൻ്റെ ക്ഷമ നശിച്ചു പോകാൻ തുടങ്ങി. രണ്ടും കൽപ്പിച്ച് ചോദിക്കാൻ തീരുമാനിച്ചു. കിട്ടിയാൽ കിട്ടി. പക്ഷേ ചേച്ചിക്ക് സഹകരണമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നോട്ടിൻ്റെ ഒരു പേജിൽ ചേച്ചി അല്പം നീങ്ങിയിരിക്കുമോ എന്നെഴുതി ചേച്ചിയെ മാച്ച് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ കാണിച്ചു. ചേച്ചി അത് കണ്ടിട്ട് എന്തോ എഴുതുന്നത് ഞാൻ കണ്ടു. ബുക്ക് എനിക്ക് വീണ്ടും തന്നു. ഞങ്ങളുടെ എഴുത്ത് താഴെ കാണുന്ന പോലെ ആയിരുന്നു. എന്തു പറ്റി? ചുമ്മാ ഒന്ന് മുട്ടിയിരിക്കാൻ. ട്യൂഷൻ ഇരിക്കുന്ന ആളെ കണ്ടില്ലേ? അവൾ പോയിട്ട് എന്താ ഉദ്ദേശം? അതങ്ങനെ ചോദിച്ചാൽ പറ്റുന്നില്ല ചേച്ചി. അതാ ചോദിച്ചേ. ചേച്ചിക്കറിയാലോ എന്താ ഉദ്ദേശം എന്ന്. അത് മനസ്സിലായി. ആരേലും അറിഞ്ഞാൽ പിന്നെ പറയണോ? ആരറിയാനാ ചേച്ചി? നമ്മൾ രണ്ടാലും അല്ലേ ഉള്ളൂ. ഞാൻ ആരോടും പറയില്ല. എന്താ ഉദ്ദേശം ശരിക്കും? കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് നടന്ന പോലെ. ഇപ്പോഴോ? അത് വേണ്ട. കറണ്ട് ഇന്ന് ലേറ്റായാലേ പോകൂ. അപ്പോൾ പിന്നെ അതൊന്നും ശരിയാകില്ല. നമുക്ക് നോക്കാം. പറ്റിയില്ലേ പിന്നെ ഞാൻ ചോദിക്കില്ല, പോരെ? അത് ഞങ്ങൾ കൂടുതൽ പിന്നെ എഴുതിയില്ല. ഞാൻ കൊച്ചു പോകാൻ വെയിറ്റ് ചെയ്തു. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. എന്താകുമോ എന്തോ. കറണ്ട് പോകുമ്പോൾ കയറി പിടിക്കണോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. പിന്നെ ബുക്കിൽ എഴുതിയ എല്ലാം കുത്തി വരച്ചും ഒന്നും വായിക്കാൻ പറ്റാതെ ആക്കി കീറിക്കളഞ്ഞു. 8 ആകുന്നതിന് മുൻപേ കുട്ടിയുടെ അമ്മ വന്ന് കൊണ്ടുപോയി. ചേച്ചി വാതിലടയ്ക്കണോ? പുറത്ത് മഴയുണ്ട്. എന്നാ അടച്ചേക്കൂ. ഞാൻ വാതിലടച്ച് ചേച്ചിയുടെ അടുത്ത് തന്നെ ഇരുന്നു. കറക്റ്റ് 8 ആയപ്പോൾ കറണ്ട് പോയി. ഇനി അരമണിക്കൂർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഞാൻ ചിന്തിച്ചു. ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് അല്പം നീങ്ങിയിരുന്നു. ഡൗട്ട് ചോദിക്കുന്ന പോലെ അറിയാതെ എൻ്റെ കാലുകൊണ്ട് കാലുകളിൽ മുട്ടിച്ചു. വിറയ്ക്കുന്ന കൈകൾ ഞാൻ ആ ചുമലിലേക്ക് വെച്ചു. ചേച്ചി എന്നെ നോക്കി. ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം എന്തിനോ വേണ്ടി തുടിച്ചു. ഹൃദയടിപ്പ് കൂടി വന്നു. ചേച്ചിയിൽ നിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായില്ല. എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നി. ചേച്ചി, ഈ മെഴുകുതിരി അണച്ചേക്കട്ടെ. അപ്പോൾ വെട്ടത്തിന് എന്ത് ചെയ്യും? ഞാൻ മൊബൈൽ ഓണാക്കാം. പക്ഷേ ഇപ്പോൾ വെട്ടം വേണ്ട. ആരെങ്കിലും വന്നാൽ, ആൻറ്റി വന്നാൽ മെഴുകുതിരി ഇല്ലെന്ന് പറയാം. മൊബൈൽ കത്തിച്ചു എന്ന് പറയാം, പോരെ? ചേച്ചി ഒന്നും മിണ്ടിയില്ല. ഞാൻ കിട്ടിയ അവസരത്തിൽ മെഴുകുതിരി ഊതി അണച്ചു. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോയ്ക്ക് നല്ല ലൈക്ക്, കമൻറ്റും അങ്ങനെ നല്ല റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിതിൻ്റെ ഒരു പോർഷൻ ടെലഗ്രാമിൽ ഇടുള്ളൂ. അപ്പോൾ ടെലഗ്രാമിൽ അത് വേണമെന്നുള്ളവർ നമുക്ക് ഈ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടാക്കി തരിക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.